നടത്തുവാണ്. എൻ്റെ അമ്മച്ചിയുടെ വീടാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇതാണ് എൻട്രൻസ്. വന്ന് കയറുമ്പോൾ ഇതാണ് ഗൈസ് എൻട്രൻസ്. ഇതെല്ലാം ആണിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഈ വർക്ക്. അത് ഫോക്കസ് ചെയ്തേ. മതി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിപ്പം കാണുന്നത് നമ്മളുടെ ഓപ്പൺ ഏരിയ ആണ്, നമ്മുടെ ഓപ്പൺ സ്പേസ് ആണ്. ഇത് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇത് സ്വിങ് ആണ് ഗൈസ്. നമുക്കിവിടെ രാത്രി സമയത്തൊക്കെ ചായ ഒക്കെ ഇരുന്ന് കുടിക്കാം, വൈബടിക്കാം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതെല്ലാം ഗാർഡൻ സെറ്റപ്പാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇനിയും വീട്ടിന്റെ ഔത്തോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ ഇത് എൻട്രൻസ് ആണ് ഗൈസ്. നമുക്ക് ഔത്തോട്ട് കയറാം. വന്ന് കയറുമ്പോൾ ഇത് സോഫയാണ്, ആർക്ക് വേണേൽ വന്നിരിക്കാം, ചായ കുടിക്കാം, വൈബടിക്കാം. ഇത് ഡോറാണ്, സ്ലൈഡിങ് ഡോറാണ്. നമ്മൾ ഇത് തുറന്ന് ഇത് സ്ലൈഡിങ് ഡോർ, മെയിൻ ഡോർ കൊണ്ട് ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോ ഇങ്ങനെ നമ്മൾ വീട്ടിന്റെ അകത്തോട്ട് നമ്മൾ കേറുവാണ്. ഇതാണ് നമ്മളുടെ ഒരു ലിവിങ് ഏരിയ. ലിവിങ് ഏരിയ ആണ് ഗൈസ്. ഇവിടെ സോഫയുണ്ട്. പിന്നെ ഇതെല്ലാം പണിതതാണ് ഗൈസ്, പുത്തൻ എല്ലാം ന്യൂ സെറ്റപ്പാണ് ഇതെല്ലാം. പിന്നെ ഇത് TV, പിന്നെ ഇത് സ്പീക്കർ, ഇവിടെ എല്ലാം സെറ്റപ്പാണ്. നമുക്ക് ആർക്ക് വന്നാലും ഇവിടെ ആണ് എല്ലാവരും ഇരിക്കുന്നത്. പിന്നെ ഇതൊരു പുതിയ ടൈപ്പ് മോഡൽ ലൈറ്റ് ആണ്. ലൈറ്റും ആണ് വിത്ത് ഫാൻ. അങ്ങനെ ഫാൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ വിങ് സൗത്തോട്ട് പോകും, അങ്ങനത്തെ ടൈപ്പാണ്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഇതാണ് ഡൈനിങ് ഏരിയ. ഈ ലൈറ്റ്സ് എല്ലാം ഞങ്ങൾ ബോംബെയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാ ഗൈസ്. ബോംബെയിൽ നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടും. അപ്പം അവിടുന്ന് ഞങ്ങൾ കൊണ്ടുവന്നാണ് ഈ ലൈറ്റ്സ് എല്ലാം. പിന്നെ ഇത് ഫുൾ ഡൈനിങ് ടേബിൾ, ചെയർ വിത്ത് ഈ ഒരു കുഷൻ ഉള്ള നമുക്ക് ബെഞ്ച് കിട്ടും. പിന്നെ അവിടെ ഒരു ഫോട്ടോ ഉണ്ട്, ഇത് കാണിക്കൂ. ഇത് എൻ്റെ അമ്മാച്ചൻ്റെ മോൻ്റെ പേരാണ്, ക്രിസ് എന്ന്. അപ്പൊ അങ്ങനെ ബർത്ത്ഡേക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് മേടിച്ചാണ്, ഫുൾ ഫോട്ടോസ് വെച്ച്. ഇത് നമ്മളുടെ ഒരു കുഞ്ഞ് ഏരിയ ആണ്, ലൈക്ക് എന്താ പറയാ, പാസേജ് പോലെ. ഇവിടുന്ന് 2 ബെഡ്റൂം കണക്റ്റഡ് ആണ്. ലൈക്ക് ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് അപ്പച്ചൻ കിടക്കുന്ന ബെഡ്റൂമാണ് ഗൈസ്. ഇത് ഒരു ബെഡ്റൂമാണ്. ഇവിടാണ് അപ്പച്ചൻ കിടക്കുന്നത്, എൻ്റെ ഗ്രാൻഡ് ഫാദർ. പിന്നെ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മളുടെ അടുത്ത ബെഡ്റൂമാണ്. ഇത് എൻ്റെ അമ്മച്ചിയുടെ ബെഡ്റൂമാണ്, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതെല്ലാം വാൾഡ്രോബ്. ഇതെല്ലാം പുത്തനായിട്ട് പണിതതാണ്, എല്ലാം അവർ തന്നെ ചെയ്തു തന്നതാണ്. അടിപൊളി വർക്കാണ് ഗൈസ്. ഫോട്ടോസ് ഒക്കെ വെക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. പിന്നെ ഇവിടും അതുപോലത്തെ സെറ്റപ്പ്. നമ്മൾ മേളിലോട്ട് കയറി പോകുന്ന ആ സ്റ്റെപ്പിന്റെ അവിടോട്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ സെറ്റപ്പാണ്, അടിപൊളി വാഷ് ബേസിൻ. നമ്മൾ ഇനിയും മേളിലോട്ട് പോവാണ് ഗൈസ്. മേളിലോട്ട് എന്ന് പറഞ്ഞാൽ അവിടും ബെഡ്റൂം ഉണ്ട്, പിന്നെ ഓപ്പൺ ഏരിയ ഉണ്ട്. അപ്പൊ അവിടെ അത്യാവശ്യം സ്പേസ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ആദ്യം നമുക്ക് മേളിലോട്ട് പോകാം. പിന്നെ ഈ ഒരു ഫോട്ടോ ആണ് ഇവിടെ വരുന്നത്. ഇത് പെയിന്റ് ചെയ്താണ് എൻ്റെ അമ്മാച്ചൻ, പിന്നെ കുഞ്ഞും അമ്മച്ചിയും അപ്പച്ചനും എല്ലാവരും ഉള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അവർ ആരോ വരച്ചതാണ്, വരച്ചവർക്ക് ഗിഫ്റ്റ് കൊടുത്തതാ ഗൈസ്. പിന്നെ നമുക്ക് കാണുന്ന ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഇത് ഞങ്ങളെല്ലാം ബോംബെന്ന് വരുത്തിച്ചാണ് ഗൈസ്. അത് അവിടെ വെറൈറ്റി ഓഫ് ലൈറ്റ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റാണ് ഇത്. വോം ലൈറ്റ് ആണ്, ലൈക്ക് അത് നമ്മളുടെ പെയിന്റിന് പോകുന്ന ഒരു ലൈറ്റ് ആണ്. പിന്നെ ഇത് ഒരു ഡിസൈൻ പോലെ ആണ്. വരൂ. ഗൈസ്, അപ്പോൾ ഇതൊരു ചെറിയൊരു ലിവിങ് റൂം സെറ്റപ്പാണ് മേളത്തെ ഇവിടെ. പക്ഷെ ഇവിടെ ഇച്ചിരി കുഞ്ഞിന്റെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുവാണ് ഗൈസ്. സോഫ സെറ്റ് കൊണ്ട് അല്ലാണ്ട് കുഞ്ഞിന്റെ സാധനങ്ങൾ വെച്ചിരിക്കുവാണ്. അത് തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ആണുള്ളത്. ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം ഉണ്ട്, കബോർഡ് ഉണ്ട്, എല്ലാം ഉണ്ട് സെറ്റപ്പ്.
ഇവിടെ നമ്മൾ ഇത് എന്താ പറയുന്ന ഓപ്പൺ സ്പേസ് ആണ്. ഇതൊരു ഓപ്പൺ ടെറസ് പോലെ സെറ്റപ്പ് ആണ് ഗൈസ്. ഇവിടെ എല്ലാം ഗ്രില്ലിട്ടിരിക്കുവാണ്. ഇത് ഇങ്ങനെ മേളിലോട്ടൊക്കെ നമുക്ക് ഇതുണ്ട്, ലാഡർ ഉണ്ട്, മേളിലോട്ട് പോകാം. ഇവിടോട്ട് കാണിച്ച് ലാഡർ ഉണ്ട്, ഈ മേളിലോട്ട് പോകാം. മേളിൽ ഈ സോളാർ സെറ്റപ്പ് ഉണ്ട് ഗൈസ്. ലൈക്ക് അവിടെ നമുക്ക് സോളാർ ഇതുള്ളതുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കുറവാണ് വരുന്നത് ഗൈസ്. ഇതാണ് എൻ്റെ അമ്മച്ചി, പിന്നെ ഇതെൻ്റെ അമ്മ ഗൈസ്. ഇത് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ലോക്കാണ് ഗൈസ്, നമുക്ക് തുറക്കാൻ പാടാണ്. നമുക്ക് പോവാം. ഇത് ഒരു ചെറിയ ഹാൾ പോലെയാണ് ഗൈസ്. നമുക്ക് ഇവിടെ വല്ലം പ്രാർത്ഥനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ്, കല്യാണ ഫങ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാം, എല്ലാം സെറ്റ് ചെയ്യാം. അതുപോലത്തെ വൈബാണ്. അങ്ങനെ സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിൾ ഒക്കെ ഇട്ടാൽ ഇവിടെ ഇരുന്ന് നമുക്ക് പുറത്തോട്ടൊക്കെ വ്യൂ നോക്കി നമുക്ക് ഇരിക്കാം. അതാണ്. ഇവിടെ നിന്ന് കണ്ടാൽ നമുക്ക് ഇഷ്ടം പോലെ മരങ്ങള്, ചെടികള് എല്ലാം കാണാം ഗൈസ്. ഈ ഏരിയ അത്യാവശ്യം ബെസ്റ്റ് ഏരിയ ആണ് ഗൈസ്. എല്ലാം നെറ്റ് ഇട്ടിരിക്കുവാണ്, ഒന്നും അകത്ത് വരാതിരിക്കാനുള്ള സംവിധാനം. ആരും വരാൻ പറ്റത്തില്ല ഗൈസ്. ഇനി അടുത്ത നമ്മള് വിസിറ്റ് ചെയ്യുന്നത് നമ്മളുടെ കിച്ചൺ ആണ്. ബാ, കിച്ചൺ. ഇതാണ് കിച്ചൺ. കിച്ചണില് ഈ ഒരു സാധനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഗൈസ്. ഇത് സത്യം പറഞ്ഞാൽ വെരി യൂസ്ഫുൾ ആണ് അമ്മമാർക്ക്. ലൈക്ക് എല്ലാം ഇങ്ങനെ അടുക്കി വെക്കാൻ, ലൈക്ക് എല്ലാം നമ്മുടെ എന്തോ ആയിക്കോട്ടെ, പൊടികളായാലും എന്ത് മസാല ആയാലും എല്ലാം ഇങ്ങനെ വെക്കാം. ഒരു ഫ്രിഡ്ജ് പോലെ സെറ്റപ്പ് ആണ്. ഇതാവുമ്പോൾ എല്ലാ അമ്മമാർക്കും ഉപയോഗപ്പെടുന്നതാണ് ഗൈസ്. പിന്നെ ഇത് ഫ്രിഡ്ജ്, പിന്നെ ഇതിങ്ങനെ നമ്മുടെ പാചകം ആ സംഭവമാണ്. പിന്നെ ഇത് നമ്മുടെ ഇങ്ങനത്തെ വാഷബിൾ, ഇങ്ങനെ ഇവിടെ എല്ലാം ഇരുന്ന് വാഷ് ചെയ്യാം നമുക്ക് ഈ പൈപ്പ് വെച്ചിട്ട്. പുതിയ ടൈപ്പ് പൈപ്പാണ്. പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് വർക്ക് ഏരിയ. ഇതൊരു കുഞ്ഞ് വർക്ക് ഏരിയ ആണ്. ഇവിടെ പാത്രം കഴുകാം, പിന്നെ ഇവിടെ അടുപ്പുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ പുറത്തോട്ട് നമുക്ക് ഇറങ്ങാം ഗൈസ്. ബാക്കിൽ നിന്ന് നമുക്ക് ഇറങ്ങാം, ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാം. ഇതാണ് നമ്മളുടെ ബാക്ക് സൈഡ് ഓഫ് ദ കിച്ചൺ. ഇവിടെ നല്ല സെറ്റപ്പാണ്. ഇവിടെ ചെടികള് കാര്യങ്ങളെല്ലാം വെക്കാം. പിന്നെ ഇവിടെ നോണ്ടേ ഒരു പട്ടിക്കുട്ടിയുണ്ട്, കൂട്ടിപ്പോണ്ട ബാ. എവി, അവന്റെ പേരാണ് ഇവി. അവനാണോ അവളാണോ ഐ ഡോണ്ട് നോ. ഇവി ഇവി നോണ്ടേ, അതാണ് നമ്മളുടെ പട്ടിക്കുട്ടി. അവൻ നോക്കുന്നുണ്ട്. ഇവൻ ജർമ്മനും ഹസ്കിയും ക്രോസ് ആണ് ഗൈസ്. പിന്നെ ഇവിടെ എല്ലാം ടൈപ്പ് അമ്മച്ചിക്ക് ചെടിയുടെ പ്രാന്താണ് ഗൈസ്. ചെടി ഭയങ്കര ഇഷ്ടമാണ്, പ്രിയപ്പെട്ടതാണ് അമ്മച്ചിക്ക്. സോ ഗൈസ്, ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. നമ്മളുടെ എല്ലാ ഹോം ടൂർ നമ്മൾ കാണിച്ചു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഗൈസ്. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.